എല്ലാവർക്കും നമസ്കാരം. ലോക എന്ന സിനിമ കണ്ടു. തൊട്ടപ്പുറത്ത് ഹൃദയപൂർവ്വം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൃദയപൂർവ്വത്തിൻ്റെ റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പ്ലെയിൻ സിനിമയാണെന്നാണ് കേൾക്കുന്നത്. ഒരു വൺ ടൈം വാച്ചബിൾ സത്യനന്ദിക്കാട് സിനിമ എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്ത് പ്ലെയിന്? ഓണമല്ലേ, മോഹൻലാൽ സിനിമയല്ലേ, അതും ഫാമിലി സിനിമയല്ലേ, ഓടത്തില്ലേ, ആൾ കയറത്തില്ലേ. എത്ര പ്ലെയിൻ ആണെങ്കിലും ഇട്ടിമാണി വരെ ഹിറ്റായിട്ടുള്ളൊരു സ്ഥലമാണിത്. അവിടെയാണ് ഇങ്ങനെ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ റിവ്യൂ. നിങ്ങൾ റിവ്യൂ ഒന്നും കാണണ്ട, ഹൃദയപൂർവ്വത്തിനൊന്നും റിവ്യൂ കാണേണ്ട ആവശ്യമില്ല. ലോകയ്ക്കൊക്കെ നിങ്ങൾ റിവ്യൂ കാണണം. അതിൻ്റെ കാരണം കൊണ്ട് അത് പറയാം. ഒരു മിസ്റ്ററി സിനിമയിൽ നമ്മൾ റിവ്യൂ പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു റിവ്യൂ കാണാൻ പോകുമ്പോൾ തന്നെ ആ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ റിവ്യൂവർ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അപ്പം ഞാൻ അവിടെ റിവ്യൂ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു തരി സ്പോയിലർ പോലും ഈ ഒരു റിവ്യൂവിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സ്പോയിലർ കാണണമെങ്കിൽ വേറെ റിവ്യൂസ് നിങ്ങൾക്ക് പോയി കാണാം. നമുക്ക് സ്പോയിലർ ഒന്നുമില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ലോക്കയെക്കുറിച്ച് പറയുമ്പോൾ ലോക ഏതൊക്കെ തരത്തിലുള്ള സിനിമയാണ്, ഏത് സിനിമകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, പിന്നെ പെർഫോമൻസും അതുപോലെ തന്നെ അതിൻ്റെ കളറിംഗ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ടത്. കളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡും ബ്ലാക്കും വെച്ചുള്ള കളിയാണ്. റെഡും ബ്ലാക്കും എന്ന് പറയുമ്പോൾ മിസ്റ്ററി തീമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചുള്ള ഒരു വൻ കളിയാണ് ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കല്യാണി പ്രിയദർശൻ്റെ കോസ്റ്റ്യൂംസ് വരെ റെഡും ബ്ലാക്കുമാണ്. അപ്പോൾ മിസ്റ്ററി എലമെൻറ്റ് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഉറപ്പായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. തുടക്കത്തിലേ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചപ്പും ഹരിതാപരും ഒട്ടും കാണിക്കാത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ സംഭവം എന്താണെന്ന് ഒട്ടും തന്നെ പിടികിട്ടാതിരിക്കുന്നത് തന്നെയാണ് അവരുടെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രഡിക്റ്റബിൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം പോയില്ലേ. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എന്നാൽ അതിമാനുഷികമായിട്ടുള്ളൊരു ട്വിസ്റ്റുകൾ തരുന്നൊരു സിനിമയൊന്നുമല്ല. പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രസമുള്ള കുറേ മുഹൂർത്തങ്ങളുള്ള സൂപ്പർ ഹീറോ ടൈപ്പ് സാധനങ്ങളൊക്കെയുള്ള ഒരു അമർ ചിത്രകഥ, ബാലരമയിലൊക്കെ ഒരു അമർ ചിത്രകഥയുടെയൊക്കെ ഒരു രീതിയിലാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിന് തനതായിട്ടുള്ളൊരു കോമിക്സ് ആ ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. ഇപ്പം ഇംഗ്ലീഷിൽ DC മാർവലും ഒക്കെ പോലെ മലയാളത്തിനൊരു കോമിക്സ് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു യൂണിവേഴ്സാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നെസ്ലിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെസ്ലിന് ഇതിൻ്റെ അകത്ത് അഭിനയിക്കാൻ വലിയ പാർട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നല്ല രീതിയിൽ പുള്ളിക്ക് സ്കോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല കുറേ ചിരി പരിപാടികളൊക്കെ പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചന്തു, സലീം കുമാറിൻ്റെ മോൻ, ഫുൾ ഓൺ കോമഡിയാണ്, എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള കളിയാണ്. കല്യാണി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ ഒരു കംപ്ലീറ്റ് മിസ്റ്ററിയാണ്. നമ്മൾ ഏത് സിനിമയായിട്ട് കമ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മിന്നൽ മുരളിയായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ചും കൂടെ പച്ചപ്പും മലയാള തനിമയുള്ളൊരു സിനിമയാണ്. ഇതിനകത്ത് ലാംഗ്വേജ് തന്നെ മിസ്റ്ററിയാണ്, അതായത് കന്നഡയാണ്. അപ്പോൾ നമുക്ക് അതും തന്നെ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ സബ് ടൈറ്റിൽസ് നോക്കി വേണം മനസ്സിലാക്കിയെടുക്കാൻ. അവിടെയും ഒരു മിസ്റ്ററി ഏറ്റിട്ടുണ്ട്. പിന്നെ നമുക്ക് ARM ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ARMൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറിയൊക്കെ വരുന്ന ആ ഒരു കഥയുമായിട്ടൊക്കെ ഏതാണ്ട് ചേർന്ന് പോകുന്ന കുറേ സീനുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർ സിനിമകളൊക്കെ പിടിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള കാട്ടിലെ സീനുകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു രാജാവും അതിൻ്റെ കുറച്ച് പ്രജകളുടെയൊക്കെ കഥ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു കൊച്ചുണ്ട്, അവളുടെ അഭിനയമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും ചെറുപ്രായത്തിൽ ഇത്ര രസത്തിലൊക്കെ രൗദ്രഭാവമൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. ആൻഡ് ഡബ്ബിങ് എല്ലാവരും നന്നായിട്ട് തന്നെ വളരെ ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പോലീസ് ഓഫീസറായിട്ട് വന്നിട്ടുള്ള സാൻഡി മാസ്റ്ററും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ചില്ലറ വില്ലനിസം ഒന്നുമല്ല, പുള്ളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. പുള്ളിയുടെ ക്യാരക്ടർ വരുമ്പോൾ പടത്തിൻ്റെ ഒരു പ്രത്യേക എനർജി കയറി വരുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യം തുടക്കത്തിലൊന്നും നമുക്ക് ഈ സിനിമ ഒട്ടും പിടിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് പറയാൻ പോകുന്നത്, ഒരുമാതിരി പുതിയ ബാറ്റ്മാൻ്റെ ഒക്കെ കളർ ടൂണൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെന്താണ് ഇവർ പറയാൻ ഉദ്ദേശിച്ചുള്ളതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ കൾച്ചറിലോട്ടൊക്കെ ഇങ്ങോട്ട് വരും. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇട്ട് തന്ന് ബേസ് ഉണ്ടാക്കിയിട്ട് അവർ ആ ബേസിൽ നിന്ന് നല്ല രീതിയിൽ സിനിമ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ കുറച്ച് വണ്ടടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് തന്ന് കുറച്ച് സൂപ്പർ ഹീറോ പരിപാടികളൊക്കെ ഇട്ട് നല്ല രീതിയിലുള്ള മിത്തിക്കൽ സ്റ്റോറിയുടെ ഒരു പരിപാടിയുണ്ട് ഇതിനകത്ത്. ആ സ്റ്റോറി ടെല്ലിങ് അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ബേസ്. പിന്നെ ക്യാമിയോസ് ഉണ്ട്, ടൈറ്റിൽസ് എഴുതി കഴിഞ്ഞിട്ട് ക്യാമിയോസ് ഉണ്ട്. ആരും ഇറങ്ങിപ്പോകരുത്. പടം ഉറപ്പായിട്ടും മുഴുവൻ നിങ്ങൾ വാച്ച് ചെയ്യണം. നല്ലൊരു സിനിമ കണ്ടൊരു ഫീലുണ്ട്. ആൻഡ് അതിഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു പോകണ്ട, നല്ല സിനിമ കാണാം. നല്ല രീതിയിൽ VFXൽ പണി എഴുതുന്നുണ്ട്. അത് VFXൻ്റെ വീഴ്ചകളൊക്കെ മറക്കുന്ന വളരെ നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് ആ വർക്ക്സ്, VFX ആണെങ്കിലും കോസ്റ്റ്യൂമൊക്കെ കില്ലർ കോസ്റ്റ്യൂംസ്. എന്ന് വെച്ചാൽ ആ സിനിമയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ അറിയത്തുപോലും ഇല്ലാത്ത രീതിയിലാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.
ആൻഡ് ലോക എക്സ്പീരിയൻസ് ചെയ്യുക.